നമ്മൾ കണ്ടതാണ്. ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ ഉള്ളത് പന്തളത്താണ്. പന്തളത്ത് ഇന്നലെ ആദ്യം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഒരു ആകാശ് എന്ന ഒരു യുവാവിൻ്റെ മരണം. ആകാശിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ശരണ്യ ഉള്ളത്. ശരണ്യ, ഈ ആകാശിൻ്റെ മരണം നേരത്തെ രാവിലെ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ കുടുംബത്തിൻ്റെ ഒരു വലിയ ആശങ്ക നമ്മൾ അപ്പോൾ തന്നെ കണ്ടതാണ്. എന്താണ് അവിടുത്തെ ചിത്രം? ബന്ധുക്കളൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? സജിത്ത്, ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയൊരു ആഘാതം ഉണ്ടായിരിക്കുന്ന ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ജോലിക്കായി പ്രവാസികളായി പോയ 4 പേർക്കാണ് ദാരുണമായ മരണം സംഭവിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട പന്തളം മുടിയൂർക്കുളം സ്വദേശിയായ ആകാശിന്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ തന്നെ നമ്മൾ ഇവിടുത്തെ സാഹചര്യം തന്നെ പരിശോധിക്കുമ്പോൾ ആകാശിന്റെ അച്ഛൻ 2 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹം ക്യാൻസർ ബാധിതനായി മരിക്കുന്നു. ഡൽഹിയിൽ സെറ്റിൽഡായിരുന്ന കുടുംബം പിന്നീട് നാട്ടിലേക്ക് വരികയും അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് വരികയും പിന്നീട് ആ അമ്മ 2 മക്കളെയും വളർത്തുകയായിരുന്നു. ആകാശിന്റെ സഹോദരിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. സഹോദരി വിവാഹിതയായി ഭർത്താവിനൊപ്പം ഭർത്തൃഗൃഹത്തിലാണ്. അമ്മ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ ആകാശിന്റെ 31 വയസ്സായ ആകാശിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ആകാശ് ഇവിടേക്ക്, അതായത് ഓണാവധിക്ക് എത്താനായി ആ സമയത്ത് വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നൊരു വീട്ടിലേക്കാണ് ഈ മരണവിവരം എത്തിയിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പരിസരവാസികളായ ആളുകളും അവരുടെ ബന്ധുക്കളുമായ ആളുകളൊക്കെ എത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടേക്ക് എത്തുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ വാർഡിന്റെ കൌൺസിലറായ സൗമ്യ സന്തോഷ് അവർ എംബസി അധികൃതരുമായി സംസാരിച്ചിരുന്നു. എംബസി അധികൃതരുമായി സംസാരിച്ചപ്പോൾ മറ്റ് പരിശോധനകൾ, അതായത് നടപടിക്രമങ്ങൾ നടക്കുകയാണ്. എത്രയും വേഗം മൃതദേഹം നാട്ടിലേക്ക് എത്താൻ, ശനിയാഴ്ചയോടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എംബസി അധികൃതർ പങ്കുവച്ചിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ അവിടെ പൂർത്തിയായി വരുന്നു എന്നുള്ളതാണ് എംബസി അധികൃതർ പറഞ്ഞത്. എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് ആളുകളുണ്ട്, അവരോട് ചോദിക്കാം. നിങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലാണ് 4ഓളം പേർ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഈ വിവരം അറിയുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ മരണവിവരം അറിയാന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പെട്ടെന്നുണ്ടാകുന്ന ഒരു ഞെട്ടലും വിഷമവും ആരായാലും ശരി തന്നെ. പ്രത്യേകിച്ച് ആശിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഇത്ര ക്ലിയറായ ഒരു പയ്യൻ നമ്മുടെ പ്രദേശത്ത് കാണാൻ കഴിയുന്നത്. അത്രത്തോളം നല്ല സൗമ്യനും ഇടപെടാൻ മനുഷ്യനോടുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ സമീപനം വളരെ ബുദ്ധിമുട്ടിലും ത്യാഗത്തിലും ഒക്കെ ജീവിച്ചതായതുകൊണ്ട് ഏറ്റവും മിതമായി എത്ര വലന്നു വന്ന ശരിയാണ് അദ്ദേഹം വളരെ മര്യാദയോട് വിളിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഒരു മറ്റ് ഗൾഫുകാരുടെ ആയിട്ടുള്ള ഒരു യാടയും മേലൊന്നും ഇല്ലാത്ത വളരെ ഭംഗിയായി തന്നെ നന്നായി പോകുന്ന ചെറുപ്പക്കാരൻ. ആകാശാണോ ഈ വീടും കാര്യങ്ങളും ഒക്കെ? അതെ, ഈ വീടും കാര്യങ്ങളും എല്ലാം ആകാശമായിരുന്നു. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഭാവിയായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ 2 വയസ്സായപ്പോഴേ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഈ വീടിന്റെ ഭാവിയായിരുന്നു ആ കുഞ്ഞ്. ഈ നാടിനും വീടിനും മാതൃകയായി ഇരുന്ന ഒരു കുട്ടിയായിരുന്നു. 1 വർഷം മുമ്പാണല്ലേ ഇപ്പോൾ വന്നിട്ട് 1 വർഷമായി. 1 വർഷത്തിന് മുമ്പ് പോയതാണ്. 8 വർഷം കൊണ്ട് വിദേശത്ത് ജോലിയാണ്. 8 വർഷത്തെ വിദേശ ജീവിതത്തിനിടയിലാണോ വീടും കാര്യങ്ങളും ഒക്കെ? അതെ, അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. വിവാഹം പോലും പിന്നീട് മാറ്റിവെച്ച് ഉള്ള പണം സഹോദരി അയക്കുന്നതിനും വീട് വെക്കുന്നതിനും ഒക്കെയായിട്ട് വീടിന് വേണ്ടി അദ്ദേഹം നന്നായി പരിശ്രമിച്ചു. ഈ നാടിന് വലിയ തീരാ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണം നമുക്ക് ഒരിക്കലും, ഈ നാടിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല. എപ്പോഴാണ് ഇവിടെ വിവരങ്ങളൊക്കെ അറിഞ്ഞത്? ഇന്നലെ വിവരം അറിയുന്നത് ഇന്നലെ ഒരു 4 മണിക്ക് ശേഷമാണ്. വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് വിവരം അറിയുന്നത്. മരണം ജോലി ചെയ്യുന്ന ആളുകളാണോ അറിയുന്നത്? അതെ, കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അവിടുന്ന് ഫോൺ വിളിച്ച് ഇവിടുത്തെ സുഹൃത്തുക്കളെയും വീട്ടിൽ മറ്റ് ബന്ധുക്കളെയൊക്കെ അറിയിക്കുകയായിരുന്നു. ഈ പരിസരത്ത് നിന്ന് വേറെ ആരെങ്കിലും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുണ്ടോ? ഇല്ലില്ല, ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വേറെ ആളുകളുണ്ടോ? നമ്മുടെ മറ്റത്ത് കാലമല്ല മോന അനൂപ് എന്ന് പറയുന്ന പയ്യനാണ്. അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരമൊക്കെ ലഭ്യമായിട്ടുണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും വിവരമൊക്കെ ലഭ്യമായിട്ടില്ല? ഇല്ല, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫോൺ വഴി ബന്ധപ്പെട്ടിട്ടുണ്ട് ആളുകളായിട്ടൊക്കെ അവരെല്ലാം ഇവിടെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ടടുത്ത ആണോ ഇവരെ അറിയിച്ചത് കാര്യങ്ങൾ? അദ്ദേഹമാണോ ഇവരെ അറിയിച്ച കറക്റ്റായിട്ട് ആരാണെന്ന് എനിക്കറിയാം. അതായത് സജിത്ത്, അതായത് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരമേ ഉള്ളൂ. ഇവിടെ നിന്നും എംബസി അധികൃതരുമൊക്കെയായി വാർഡ് കൌൺസിലർ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പറയുന്നത് പുക ശ്വസിച്ചുള്ള മരണമാണ് ആകാശിന്റേത് എന്നുള്ളതാണ്. ആ കെട്ടിടത്തിൽ ഉയർന്ന തീപിടുത്തത്തിന് ഉറക്കമായിരുന്നു. ആ സമയത്ത് ഉണ്ടായ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് ആകാശ് മരണപ്പെട്ടത് എന്നുള്ള വിവരമാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ 4 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായർ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഒന്നും
അതായത് ഭാര്യയൊന്നും ഇപ്പോഴും ആ മരണം അറിയിച്ചിട്ടില്ല. പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ കോന്നി അട്ടച്ചേക്കൽ സ്വദേശി സജു വർഗീസ്, സജുവിന്റെ വീട്ടിലും നമ്മൾ പോയിരുന്നു. സജുവിന് 2 പെൺമക്കളാണ് ഉള്ളത്. മൂത്ത കുട്ടി ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നു. ഇളയ കുട്ടി ഇപ്പോൾ 14 വയസ്സുള്ള കുട്ടിയാണ്. 2 പെൺമക്കളാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചില അഡ്മിഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം ഒടുവിൽ 22 തീയതിയോട് അടുപ്പിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. സജുവിന്റെയും മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചുള്ള സജുവിന്റെ ഭാര്യയുടെ സഹോദരനും അവിടെ ഇതേ സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഗുരുതരമായ പരിക്കുകളുമായി ചികിത്സയിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ചത് തിരുവല്ല സ്വദേശിയുടെ മരണമാണ്. തിരുവല്ല പെരിങ്ങര പഞ്ചായത്തിൽ 3-ാം വാർഡിൽ ഉമ്മൻ റാണി ദമ്പതികളുടെ മകൻ തോമസ് സി ഉമ്മൻ 37 വയസ്സാണ്. അദ്ദേഹത്തിന്റെ മരണവുമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രി ഇവിടെ എത്തും. ഈ വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേരുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ കുടുംബങ്ങളുടെ ആശങ്കകൾ അതങ്ങനെയാണ്. കാരണം കൃത്യമായൊരു വിവരം നൽകാൻ ആർക്കും കഴിയുന്നില്ല. മരണസംഖ്യ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹം എങ്ങനെ എത്തിക്കും, അവിടുത്തെ സാഹചര്യം, ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തതയുണ്ട്. അതുകൊണ്ട് പല കുടുംബങ്ങൾക്കും